ഓക്കെ. ഇവിടെ ഞങ്ങൾ റോട്ടിന് മെയിൻ റോട്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് റൈറ്റിലോട്ട് തിരിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നോക്കി ഇറങ്ങാം, വെള്ളത്തിലോട്ടാണ് ഇറങ്ങാം. ആണല്ലേ? ഓക്കെ, താങ്ക് യു. ഗൈസ്, നമ്മളിത് അങ്ങനെ നമ്മുടെ പൂഞ്ചിറ വന്നപ്പോഴാണ് ഇവിടെ ഒരു മുനിയറ ഗുഹയുണ്ടെന്നുള്ളൊരു കാര്യം അറിയണേ. ഇത്രയും നാൾ വന്നിട്ട് ഇന്നേ ആ ഒരു ഗുഹയെ പറ്റി അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തെ വരവിൽ എന്താണെങ്കിലും നമ്മൾ അവിടെ ഒരു മച്ചാൻ പറഞ്ഞു, ആ ഒരു മച്ചാൻ്റെ അറിവ് വെച്ചാണ് നമ്മളിവിടെ പോണത് മുനിയറ ഗുഹ തേടിയുള്ളൊരു യാത്ര. ഗൈസ്, നല്ല മഴക്കാറുണ്ട്, നല്ല മഴക്കുള്ളൊരു കോളുണ്ട്, കാണുന്നുണ്ടോ? ഗൈസ്, ഇതാണ് കേട്ടോ വഴി, മുനിയറ കേവിലോട്ട് പോകാനുള്ള വഴി. ഗൈസ്, അത്യാവശ്യം ഓഫ് റോഡിങ് ഉണ്ട് കേട്ടോ. പൂഞ്ചിറ വന്നിട്ട് ഓഫ് റോഡിങ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇല്ലാത്തൊരവസ്ഥയാണ്. കാര്യം വെറുതെ നമ്മൾ ആദ്യമായിട്ട് വണ്ടി തോട്ടിൽ കൂടെ ഇറക്കി. അത്യാവശ്യം പക്ക ഓഫ് റോഡിങ് ഉണ്ട് ഗൈസ് ഗുഹയിലോട്ട് പോണ വഴി. ആളുകളുണ്ട് കേട്ടോ ഇവിടെ വഴിക്ക്. തുള്ളി തെറിച്ചാണ് ഗൈസ് നമ്മളീ പോണ പോക്ക്. ഇവിടെ എന്തോ ഒരു അത്യാവശ്യം താഴെ നിന്ന് നടക്കാനുള്ള നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. മുനിയറ ഗുഹ നമ്മുടെ ഇലവഴ പൂഞ്ചിറ വരുന്ന ആൾക്കാർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ്, സ്പെഷ്യൽ വീഡിയോ ആണ്. അത്യാവശ്യം ഓഫ് റോഡിങ്ങും ട്രക്കിങ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വഴി പോലെ നല്ല വൈബും കാര്യങ്ങളാണ്. ഓഫ് റോഡിങ് അത്യാവശ്യം പക്ക ഓഫ് റോഡിങ് ആണ് ഗൈസ്. താഴേന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ ഗൈസ് ഇങ്ങോട്ട് വരാൻ. ഗൈസ്, ഇത് വഴി തെറ്റിപ്പോയോ എന്നൊരു ചെറിയ ഡൗട്ട്. അവിടെ വഴി ഇത് തന്നെയാണോ താഴത്തെ വഴിയാണോ എന്ന് അറിയാൻ പാടില്ല, ചെറിയൊരു ഡൗട്ടുണ്ട്. ഇവിടെ ആരും ഉണ്ടെങ്കിലും ഉണ്ടോ? ഓ ഗൈസ്, എനിക്ക് വന്ന് നമ്മുടെ മുനിയറ വരുന്ന വഴി അപ്പുറത്തെ സൈഡ് കാണുന്ന ആ ഒരു വഴിയായിരിക്കും. എന്താണ് ആ ഒരു വഴി? വെച്ച് പോവാം. എനിക്ക് ഈ വണ്ടി ഗൈസ്, എനിക്ക് വന്നാൽ താഴത്തോട്ട് ഇറങ്ങുന്ന വഴിയായിരിക്കും കേട്ടോ. എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ പറ്റിപ്പോയി. കാരണം വെച്ചാൽ ഈ സ്ഥലം അത്ര പരിചയമില്ലാത്തൊരു സ്ഥലമായിപ്പോയി. നമുക്കിത് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ഒന്ന് കണ്ടാലോ? എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ഇത് നോക്കി നിങ്ങൾ നോക്കിക്കേ. ഇത് അടാറ് വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ഗൈസ്. ഇത് ഈ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാഞ്ഞാറ് മൂലാറ്റ് ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടത് ഈ കാണുന്നത്. ഇതിൻ്റെ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുക നമ്മുടെ തൊടുപുഴ ഏരിയ ഭാഗങ്ങളാണ് കേട്ടോ. പൊന്നു ഗൈസ്, ഒരു രക്ഷയില്ല. താഴെ കൂടെ കാണുന്നു വഴി ഗൈസ്. മരത്തിലൊരു ബോർഡ് വെച്ചു, നമുക്ക് ബോർഡൊന്ന് വായിച്ചു വെക്കാം. ഇന്നത്തെ എവിടെയാ ഗുഹ? ഇതാണോ? ഓക്കെ ഗൈസ്, നമ്മുടെ മുനിയറ ഗുഹ ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ മുനിയറ ഗുഹ കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു 2 ഇല്ലിക്കാടിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുനിയറ ഗുഹ. പക്ഷേ ഗൈസ്, നിങ്ങൾ ഈ ഒരു വഴി കൂടെ കയറി വരണം. മറ്റേ വഴി പോയി കഴിഞ്ഞാൽ വേറെ ഇങ്ങോട്ടും കണ്ടാണ് പോണേ. ഇത് അത്യാവശ്യം ഇവിടെ നടന്നു പോകണം, ഇല്ല വണ്ടി ഇറങ്ങില്ല. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഗുഹയുടെ അടുത്തേക്ക് എത്തിയിരിക്കണം. ഇവിടെ എവിടെയാണ് ഗുഹ? അയ്യോ, ഇതിൻ്റെതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്ന് മൂഞ്ചി. നമ്മൾ കാണാൻ വന്ന സാധനം ഇതാണ്. അതുപോലെ പാമ്പ് പഴുതാലും കണ്ട. നമ്മളങ്ങനെ ഗുഹയുടെ അകത്തേക്ക് കയറിയാണ്. ഓ മൈ ഗോഡ് ഗൈസ്, സ്പേസ് ഉണ്ട്. പക്ഷേ ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് കയറേണ്ട ഡാർക്ക് ആവും. കാരണം വെച്ചാൽ എൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പല പാമ്പോ കാര്യങ്ങൾ എന്തെങ്കിലും കാണും, വല്ല പെരുമ്പാമ്പോ കാണും ഗൈസ്. നമുക്കതുകൊണ്ട് എൻ്റെ ഉള്ളിലോട്ട് പോകണ്ട.
അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ് കാര്യങ്ങൾ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു വൈബ് പിടിച്ച് വന്നാൽ ഗുഹ കാണാൻ. ഗുഹയുടെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നല്ല വെള്ളമുള്ളതുകൊണ്ട് കേരള കുറച്ച് ടാസ്ക്കാണ്. അപ്പം പണ്ട് മുനിമാർ തപസ്സിരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഗായ്സ്, ഇതാണ് കേട്ടോ ഗുഹ. ഉള്ളിലോട്ട് കയറിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലോട്ട് കയറി പോകണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഗൈസ്, പ്രതീക്ഷകളെല്ലാം തെറ്റി. ശരിക്കും പറഞ്ഞാൽ മൂഞ്ചിപ്പോയി. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ളൊരു വൈബും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ മുനിയറ ഗുഹ കാണാൻ വന്നിട്ട് പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി. അപ്പോൾ ഇനി നമ്മളെന്തായാലും തിരിച്ച് നമ്മൾ വീട്ടിലോട്ടേക്കുള്ളൊരു യാത്രയാണ്. എന്തായാലും ഗുഹയ്ക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. നൈസൊരു ഓഫ് റോഡിങ് കിട്ടി ഗൈസ്. അത് ആകുള്ളൊരു പ്രതീക്ഷ അത് മാത്രമായിരുന്നു. അപ്പോൾ അത് കിട്ടി. എന്താണേലും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഗുഹയെപ്പറ്റി അങ്ങനെ പൊതുവെ ആർക്കും തന്നെ അങ്ങനെ അറിയാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു ഗുഹ ഉള്ളതിനെപ്പറ്റി യൂട്യൂബിലാണെങ്കിൽ പോലും ആരുടെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഗുഹേനെ. അപ്പം അത്യാവശ്യം നല്ല ഓഫ് റോഡിങ്, ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ മച്ചാന്മാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. ഇത് നേരെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫ് റോഡിങ്ങും കിട്ടും. നല്ല ചാടി പോകാനും പറ്റും. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് വഴി. ഓടിച്ചുകൊണ്ട് നടക്കാൻ കുറച്ച് അഡ്വഞ്ചറാണ്. പക്ഷെ നമ്മുടെ ഉറുമ്പിക്കര പോകണ പോലെ അത്രയും വലിയ അഡ്വഞ്ചറല്ല. ഫുള്ള് കല്ലിട്ട് വാങ്ങിക്കുന്ന ഒരു ആ ഒരു സെറ്റപ്പ് ഉള്ളൂ. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി അറിയുന്നതന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. നേരത്തെ ആണെങ്കിൽ പോലും പൂഞ്ചിറ വന്നിട്ടുണ്ടെങ്കിലും പൂഞ്ചിറയുടെ അവിടെ നിന്ന് ഇത് അങ്ങനെ ഒരു ബോർഡ് കാര്യങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈയിടെ ആണ് ഞാൻ ആ ബോർഡ് കണ്ടാക്കണേ. പക്ഷേ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഇല്ലാത്ത ടൈമിൽ വരിക, അതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്താണ് വെള്ളം ആയി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ടാസ്ക് മാത്രമേ ഉള്ളൂ. നടന്നു വരികയാണെങ്കിൽ കുറച്ച് പെട്ടുപോകും, കുറേ നടക്കാനുണ്ട്. നമുക്ക് പോണ വഴിക്ക് ചെറിയൊരു പുഴയാണ്, തോടാണ്. ഗൈസ് ഇതിൻ്റെ അകത്തോടെയൊക്കെ വണ്ടി ഇറക്കി കൊണ്ടുപോകണം. പാൻ്റൊക്കെ തണഞ്ഞ് ഗൈസ്. ഇതാണ് കേട്ടോ മുനിയറ ഗുഹയുടെ ബോർഡ്. വരുന്നവർ ശ്രദ്ധിക്കുക. നമ്മളപ്പോൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് നമ്മുടെ തൊടുപുഴയ്ക്ക് പോവാണ്. ഇതാണ് കേട്ടോ പൂഞ്ചിറയുടെ താഴ്വാരം. നമ്മളീ പോകുന്നത് ഈ പൂഞ്ചിറയുടെ താഴ്വാരത്തൂടെയാണ്. പൂഞ്ചിറ കാണാനല്ലോ ഇവിടെ പൂഞ്ചിറയുടെ മുകൾ ഭാഗം. നല്ല തിരക്കാണ് കേട്ടോ പൂഞ്ചിറ. നല്ല തിരക്കുന്നവർ നല്ല തിരക്ക്, നല്ല ആൾക്കാർ, നല്ലൊരു ആംബിയൻസാണ് ഉണ്ട് ഇന്നത്തെ. ഗൈസ് അങ്ങനെ നമ്മൾ പൂഞ്ചിറയോടും മുനിയറയോടും ടാറ്റ പറയുന്നു. നല്ലൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും സൈനിങ് ഔട്ട്. മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്താനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.